ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഫിഷ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ടൂണ ഫിഷാണ് കേട്ടോ, നമ്മുടെ ചൂരമീനാണ് എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാരിനേഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഒരു ഫുൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനായിട്ട് വേണ്ടത് 5 പച്ചമുളക്. ഇതെല്ലാം കൂടി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മസാലാസാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ, അത് 1.5 ടീസ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് ഗരം മസാലയാണ്, അത് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ക്രഷ്ഡ് പെപ്പർ പൗഡറാണ് കേട്ടോ, അത് 1.5 ടീസ്പൂണൊക്കെ ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് ഇച്ചിരി ഓയിലും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാഗ്നേറ്റ് ആവാനായിട്ട് വെക്കണം കേട്ടോ. അതിൽ ഈ മസാല എല്ലാം പിടിച്ചതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണിക്ക് വേണ്ടി ഫിഷ് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഈ മെയിൻലി ഫ്രൈ ചെയ്യുന്നത് ബിരിയാണിയിലോട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ ഫിഷ് അങ്ങ് ഉടഞ്ഞു പോകാതിരിക്കാനും കുറച്ചും കൂടി ടേസ്റ്റി ആവാനാണ് നമ്മൾ ഫിഷ് ഇങ്ങനെ ആദ്യമേ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തതായി നമുക്ക് സവാള സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഫ്രൈ ചെയ്ത ആ ഒരു ഓയിലുണ്ടല്ലോ, അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഫിഷിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മൾ ഈ മസാലയിലോട്ട് ആഡായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ സവാള ഇട്ട് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഈ ഒരു ടൈമിൽ. ഇതിപ്പോൾ ഞാൻ 5 സവാളയാണ് നൈസായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതുപോലെ ഒരു 2-3 സവാളാസ് ഇതേപോലെ നൈസായിട്ട് സ്ലൈസ് ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗാർണിഷിങ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം സോട്ട് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റി ആവും കേട്ടോ ആ ഒരു ഗ്രേവി. ബിരിയാണിക്ക് വേണ്ടി മാത്രമല്ല, അല്ലാണ്ട് ടൂണ ഫിഷ് കറി ഈ ഒരു പാറ്റേണിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കേട്ടോ. ഒനിയൻ നന്നായിട്ട് സോർട്ടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നന്നായിട്ട് ചതച്ചെടുത്തതാണ് കേട്ടോ. അതുകൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് സോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറുന്ന വരെ സോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 2 വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. തക്കാളിയും കൂടി നമുക്കതിലേക്കിട്ട് നല്ല രീതിക്ക് തന്നെ സോർട്ട് ചെയ്ത് എടുക്കും. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷമേ നമ്മൾ വീണ്ടും മസാലാസ് ആഡ് ചെയ്യത്തുള്ളൂ കേട്ടോ. നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് മസാലാസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്വാണ്ടിറ്റി ഒരുപാട് കൂടാതെ വേണം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതിലേക്ക് മസാല ആഡ് ചെയ്യുമ്പോൾ ഇടേണ്ടത് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് സോർട്ടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലാസ് ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ സോർട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മസാല മാഗ്നേറ്റ് ചെയ്യാൻ എത്രയാണോ എടുത്തത് അതിൽ നിന്ന് ഒരു ചെറിയ ക്വാണ്ടിറ്റി മാത്രം നമ്മൾ ഈ സോർട്ട് ചെയ്യാൻ നേരത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇവിടെ മെഷർമെൻറ്റ് പറയാത്ത നിങ്ങൾ എത്ര ഫിഷാണോ എടുക്കുന്നത് ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾ മസാലാസ് ആഡ് ചെയ്താൽ മതിയാവും. അതുകൊണ്ടാണ് ഞാൻ എത്ര മെഷർമെൻ്റ് ആണെന്നുള്ളത് കറക്റ്റ് പറയാത്ത കേട്ടോ. ഓരോ ആൾക്കാർക്കും ഓരോ എരിവൊക്കെ ആയിരിക്കുമല്ലോ. മസാലാസ് നന്നായിട്ട് സോർട്ടായി വന്നതിന് ശേഷം ഞാനൊരു അല്പം വാട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ബോയിലായിട്ട് വേണം നമുക്കതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ കറി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെമി ഫ്രൈ ചെയ്ത് വെച്ച ടൂണ ഫിഷ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ നമ്മൾ ഫിഷെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരുപാട് ഇളക്കരുത് കേട്ടോ, നമ്മുടെ ഫിഷ് ഉടഞ്ഞു പോകും. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മസാലാസ് ഒന്ന് ഇതിൽ പിടിക്കാനായിട്ട് ഡബിൾ സൈഡിലോട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ, നൈസായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അല്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് സോർട്ട് ചെയ്യാനൊന്നും നിൽക്കരുത്, കാരണം നമ്മുടെ ഫിഷ് ഉടഞ്ഞു പോകും. ഇത് കണ്ടോ, ഇത് ഞാൻ ഓപ്പോസിറ്റ് സൈഡും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തതാണ്. ആ മസാലാസ് ആ ഫിഷിനോട്ട് പിടിക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ തന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. റൈസ് നേരത്തെ ഞാൻ ബോയിൽ ചെയ്ത് വെച്ചതാണ് കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ദമ്മാണ്. കണ്ടോ, ഒരു സെമി ഗ്രേവി ടൈപ്പ് ഫിഷ് കറിയാണ് വരുന്നത്. നമ്മൾ ഫിഷ് റോസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മുടെ റൈസിൻ്റെ കൂട്ടത്തൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണി അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്യൂണ ഫിഷ് കറി റോസ്റ്റ് ഉണ്ടാക്കണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ കുറച്ച് കറി മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് സ്റ്റെപ്പ് ദമ്മിടാനായിട്ട്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് ട്യൂണ ഫിഷ്, അതിൻ്റെ മേലെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അറിയാമല്ലോ, മഞ്ഞൾപ്പൊടി കുറച്ച് പാലിൽ മിക്സ് ചെയ്ത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് സെക്കൻഡ് സ്റ്റെപ്പ് ഫിഷും ഗ്രേവിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ആദ്യമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയനും കൂടെ ആഡ് ചെയ്ത് കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്യാം, പിന്നെ പുതിനയില, ഇത് ഇത്രയും കൂടെ ഇട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നട്ട്സ് ഉണ്ടല്ലോ, നട്ട്സ്, മുന്തിരിയും അണ്ടിപ്പരിപ്പും കൂടെ നെയ്യിൽ സോട്ട് ചെയ്തിട്ടതും കൂടെ ഗാർണിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാർണിഷിങ് അവിടെ കഴിയും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് പൈനാപ്പിൾ എസൻസ് ആണ്. ഫൈനലി നമ്മൾ കുറച്ച് എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് ദം ചെയ്യാൻ വെക്കാം. ദം ചെയ്യുമ്പോൾ ക്ലോസ് ചെയ്തിട്ട് സൈഡിൽ മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു വെയിറ്റ് കൂടി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെരി ടേസ്റ്റി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 to 10 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടാണ് നമ്മൾ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയത്. സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എൻ്റെ ഈ കയ്യിരിക്കുന്ന ഈ കുഞ്ഞു തന്നെയാണ്. നൈവ് ബേബി ആയിരുന്നു നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് ബെസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയാനായിട്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ മേടിച്ച കേക്കായിരുന്നു കേട്ടോ. അപ്പം അനിയൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിയൻ നാട്ടിലല്ല, പുറത്താണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന ടൈമിൽ അവരെ നിർത്തിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. ആ ഒരു കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കമൻസ് പറയണം കേട്ടോ. Love you all. Keep watching. Bye bye.